നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ബിനീഷ് ഇവിടെ റെഡിയായി നിൽപ്പിട്ട് നമ്മുടെ അമ്മച്ചി ഇവിടെ റെഡി ആക്കണം. അമ്മച്ചി എങ്ങനെ സാരിയെ കൊടുത്ത ലുക്കല്ലേ? ചിരി നോക്കിയേ, ചിരിയണ്ട, ഭയങ്കര ചിരിയണ്ട. അപ്പോൾ ഉമ്മാർക്കൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു സർപ്രൈസ് പപ്പക്ക് കൊടുക്കാനുണ്ടെന്ന്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടി ഞങ്ങൾ പോണേട്ടാ. വിനീഷ് ഇവിടെ റെഡി ആയിക്കോട്ടെ ഇരിപ്പണ്ടിട്ട് അതേ അമ്മച്ചി നല്ല ത്രില്ലർ ചിരിയൊക്കെ നോക്കി അമ്മച്ചിയുടെ മുഖത്ത്. അപ്പം ഒരുപാട് നാളത്തെ ആഗ്രഹമുണ്ട് ഞങ്ങളുടെ പപ്പയുടെ. അപ്പോൾ ആ ഒരു കാര്യം ഞങ്ങൾ ഇന്ന് സാധിച്ചു കൊടുക്കാൻ വേണ്ടി പോണേണ്. അപ്പം അതെന്താണെന്ന് നമുക്ക് നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. വണ്ടിയാണ്, പക്ഷെ ആ വണ്ടി ഏതാണെന്നൊക്കെ നിങ്ങൾക്ക് കണ്ടായിരുന്നു. അതേ അമ്മച്ചിയുടെ മുഖം നോക്കി ആ അല്ല, പക്ഷെ അങ്ങനെ വണ്ടി എടുക്കാൻ വേണ്ടി പോണേ. പപ്പയുടെ കുറേ നാളത്തെ ആഗ്രഹമുണ്ട് റോയൽ എൻഫീൽഡ് എടുക്കാൻ. എന്താ അമ്മച്ചി ഇനി എൻഫീൽഡിൻ്റെ പുറകിലാണ് അമ്മച്ചി. അമ്മച്ചിക്ക് ഇഷ്ട വണ്ടി വേറെ വണ്ടിയായിരുന്നു, പക്ഷെ അപ്പൊക്ക് ഈ ഒരു വണ്ടി മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇതെടുക്കാം അല്ലേ അമ്മച്ചി? കിളവന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കാതെ ആരും കൊടുക്കാനാണ് കർത്താവ്, എനിക്ക് മാത്രമേ സാധിക്കൂ. അത് കാരണം നല്ല പ്രായത്തിൽ എൻ്റെ പപ്പയ്ക്ക് ഇങ്ങനത്തെ ഒരു ആഗ്രഹമൊന്നും സാധിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അപ്പം ഈ പ്രായത്തിൽ അങ്ങനെ നടക്കട്ടെ എന്ന് ഞങ്ങളും വിചാരിച്ചു. കുടുംബം നോക്കി അങ്ങനെ വണ്ടി ഓടിച്ച് ഞങ്ങളെയൊക്കെ വളർത്തി വലുതാക്കിയപ്പോൾ പോയിട്ട് വളർത്തിയതാണ്. അപ്പം ഇനി അതിന് നമ്മളെ ഉള്ളൂ. അപ്പം അതുകൊണ്ട് പപ്പയുടെ ആഗ്രഹം വേണ്ടി സാധിക്കണം. അപ്പം നേരെ ഞങ്ങൾ ഈ ഷോറൂമിലേക്ക് പോകാൻ വേണ്ടി പോണേട്ടാ. വിനീഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പപ്പ പതിയെ അങ്ങോട്ട് വരും. നമ്മൾ റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ എത്തിയിട്ടാ. അപ്പോൾ അതേ ഇവിടെ നിന്നാണ് വണ്ടി എടുക്കുന്നത്. അമ്മച്ചി ഇത് വന്നിട്ടാ. ഇത് നമ്മുടെ എടപ്പള്ളി ടോളിൻ്റെ അടുത്തുള്ള പത്തിരി പാലത്തിലാണ് നമ്മൾ വന്നേക്കണം. സ്ഥലം പറഞ്ഞു കൊടുത്താൽ അമ്മച്ചിക്ക് ഒട്ടും നടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പപ്പ പിന്നെ ബൈക്കിലാണ് വന്നത്. ബൈക്ക് വന്നിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ട് പോകും. ഇവിടെ തന്നെ നമ്മുടെ വണ്ടി എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വണ്ടി ഇവിടെ കൊടുക്കും. അതിൻ്റെ ഇൻഷുറൻസ് പേപ്പർ ഇവിടെ ഉണ്ട് കേട്ടോ. അത് കൊടുത്ത് നമ്മൾ ഇവിടുന്ന് വണ്ടി എടുക്കാൻ വേണം. ഏതാണ് വണ്ടി എന്നൊക്കെ കാണിച്ചു തരാം കേട്ടോ. ഷോറൂമിൻ്റെ അകത്തോട്ട് കയറിയിട്ട് ഞങ്ങൾ അപ്പോൾ ഓരോ വണ്ടികളൊക്കെ ഇതിവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഓരോ നമ്മുടെ വണ്ടി ഇതുവരെയും എത്തിയിട്ടില്ല കേട്ടോ. വണ്ടിയുടെ ഉടമയും എത്തിയിട്ടില്ല. ഇവിടെ നിന്ന് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ കോപ്പറേറ്റ് വരും പാട്ട്, അതൊക്കെ ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മുടെ പപ്പതേ ഇവിടെ വന്നിട്ടാ. നമ്മുടെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല. ഞങ്ങൾ തന്നെ ഇരിക്കണ പപ്പ എങ്ങനെ പോരി. അതെ അപ്പനെ എടുത്തിട്ടുണ്ട് കേട്ടോ പപ്പയുടെ വണ്ടി. വാ ഇവിടെ ഇരി. വെള്ള ഡ്രസ്സൊക്കെ ഇട്ടാളെ ഇന്ന് ഇറങ്ങിയേക്കും. ആ അതിൽ കയറി വന്നാൽ മതി. ഇടപെടി. ഇതെങ്ങനെയുണ്ട് ഈ വണ്ടി? എങ്ങനെയുണ്ട് മിലിറ്ററിക്കാരൻ? അതുകൊണ്ട് ഡെലിവറിയാ. നമ്പർ വന്നൊക്കെ ഡെലിവറിയാ. അപ്പോൾ അപ്പനെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ വണ്ടി ഇനി വരാൻ കുറച്ച് ടൈമും കൂടി എടുക്കും. ഇനി വണ്ടി കൂടി എത്തി. ഒരു കൊല്ലം ബമ്പറ്റ് മെമ്പർ, 4 കൊല്ലം തേർഡ് പാർട്ടി. ഓരോ കൊല്ലം കഴിയുമ്പോൾ റിന്യൂ ചെയ്യണം ബമ്പറ്റ് മെമ്പർ. അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത് കേട്ടോ. നമ്മുടെ വണ്ടിയുടെ ബുക്കും പേപ്പറും കാര്യങ്ങളും കിട്ടിയേട്ടാ. അപ്പോൾ അതെ പപ്പയുടെ ചിരി നോക്കി. അപ്പം എല്ലാം പറഞ്ഞ് സംസാരിച്ച് ഇപ്പോൾ വണ്ടി വന്നിട്ടില്ല. ഇനി കുറച്ച് നേരം കൂടി എടുക്കട്ടെ നമ്മുടെ വണ്ടി വരാനായിട്ട്. ഇനി ഇവിടെ നേരെ ഞങ്ങൾ എടപ്പള്ളി പള്ളിയിൽ പോകും. വണ്ടി എത്തിക്കഴിഞ്ഞു. ഇത് ടൈം, ഇതാണ് കിലോമീറ്റർ. വണ്ടി എടുത്തപ്പോൾ തൊട്ട് ഓടുന്ന കിലോമീറ്റർ കാണിച്ചിട്ടുണ്ട്. ഓടുന്ന കിലോമീറ്റർ പറയാനാണ് ഓടുന്നത്. അപ്പുറത്ത് ക്ലാസ് എടുത്ത് കൊടുക്കണേന് പപ്പക്ക് ഏതൊക്കെയാണ് സ്വിച്ചുകളെന്നൊക്കെ പറഞ്ഞു കൊടുക്കണേന്. രണ്ടുപേരും കൂടി പഠിക്കണുണ്ടോ? എന്താണ് ഈ സ്കൂളിൽ വിട്ടപ്പോൾ പഠിക്കാൻ പോയില്ലേ, ഇപ്പോഴാണ് പഠിക്കണേ. അതെ, അവിടെ നിന്ന് കാണാപ്പാടം പഠിച്ചോണ്ടിരിക്കണേന്നുണ്ട്. വണ്ടി അമ്മച്ചിക്ക് ഇനി പുറകിലിരുന്ന് പോകാനുള്ളതാണ് കേട്ടോ ഈ വണ്ടിക്കകത്ത്. പുതിയ വണ്ടി നമ്മുടെ വന്നിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഓൾറെഡി റിവീൽ ചെയ്ത് കാണിക്കട്ടെ നിങ്ങൾ. നിതിനാണ്ട നമുക്ക് വണ്ടിയുടെ കാര്യങ്ങളെല്ലാം റെഡിയാക്കി തന്നത്. അപ്പം നിതിൻ്റെ നമ്പർ ഞാനിവിടെ കൊടുത്തേക്കാം. നല്ല ബെസ്റ്റ് പ്രൈസിൽ കൊടുക്കൂല നിങ്ങൾ. നല്ല ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് നല്ല അടിപൊളിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ റിവീൽ ചെയ്യാൻ വേണ്ടി പോണേ. അപ്പോൾ നമ്മുടെ വണ്ടി റിവീൽ ചെയ്തിട്ട്
അപ്പോൾ ഇതാണ് നമ്മൾ സ്റ്റാൻഡേർഡ് 350 ആണ് എടുത്തേക്കണത്. അമ്മച്ചും പപ്പയും കൂടി തന്നെ വണ്ടി എടുത്തിട്ടുണ്ട്. പപ്പ വണ്ടി എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ താക്കോലൊക്കെ കൊടുക്കാൻ വേണ്ടി പോകുന്നുണ്ട് കേട്ടോ. പപ്പ മേടിച്ചു. പപ്പയുടെ സന്തോഷം കണ്ടോ? പപ്പയുടെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു കേട്ടോ ഈ കാണുന്നത്. അതെ അമ്മച്ചി മേടിച്ചോ? അതാ പപ്പയുടെ ഏറ്റവും വലിയൊരു ഡ്രീമാണ് ഇപ്പോൾ ഇവിടെ നടന്നത്. അപ്പോൾ അതേ നമ്മുടെ കീ ചെയിൻ കൊടുക്കാനായിട്ട് നിതിനാണ് കേട്ടോ വന്നേക്കണത്. അതേ പപ്പയുടെ കയ്യിൽ നമ്മുടെ താക്കോല് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാവരും ഇതിൻ്റെ നമ്പർ ഞാനിവിടെ ഓൾറെഡി കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ അതേ അമ്മച്ചി കൂടി ഇപ്പം കേട്ടോ ഓൾറെഡി. അപ്പോൾ ഈ നമ്മുടെ പത്തിരിപ്പാലത്തുള്ള ഷോറൂമിൽ നിന്നാണ് അതേ വണ്ടി. അപ്പോൾ അതേ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഫസ്റ്റ് ഇതേ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങണേണ്. വണ്ടി ഇതേ വെടപ്പള്ളി പള്ളിയിൽ കൊണ്ടുവന്നിട്ട് വെഞ്ചിരിക്കണേ കേട്ടോ. വെഞ്ചിരിച്ചിട്ട് വേണം ഇനി ഇവിടെ നിന്ന് നമുക്ക് പോകാനായിട്ട്. പച്ചൻ വെഞ്ചിരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിവിടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ വീട്ടിലെത്തിയിട്ടതേ നമ്മുടെ വീട്ടിലോട്ട് എത്തി. ഇതേ വിനീഷ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന വണ്ടി. സ്റ്റാൻഡേർഡ് 350 ബുള്ളറ്റ് കേട്ടോ. പുതിയ മോഡലാണ്. ഒരുപാട് ഫങ്ഷൻസൊക്കെ ഉണ്ട്. അപ്പനത് പഠിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാര്യം ഇതിൻ്റെ ഓൺ സ്വിച്ച് കാര്യങ്ങളുണ്ട്. ഇത് ഓഫാണെങ്കിൽ ലെഫ്റ്റിലോട്ടാണ് ഓണ്. അങ്ങനെ കുറച്ച് പാർക്കിംഗ് ലൈറ്റ്, പിന്നെ ഇവിടെ ഒരു ഡിജിറ്റൽ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ നമുക്കിത് മാറ്റിയൊരു നാവിഗേഷനൊക്കെ ആക്കാം കേട്ടോ. വണ്ടി പപ്പ ഓടിച്ചിട്ടൊന്നും നല്ല രസം ഉണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നത്? അടിപൊളിയല്ലേ? പപ്പ നല്ല സ്റ്റൈലായിട്ട് ഓടിച്ചിട്ട് വന്നു. ബുള്ളറ്റ് എടുക്കാൻ പോകുന്നത് പപ്പ ഓടിക്കോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷെ പപ്പ ഇവിടെ നേരത്തെ വണ്ടി ഉണ്ടായത് പിന്നെ നമ്മുടെ വണ്ടി അല്ലേ. പിന്നെ ഇതിന്റെ സ്വിച്ചും ഫങ്ഷൻസ് ഒക്കെ പഠിക്കാനാണ് കുറച്ച് ബുദ്ധിമുട്ടുള്ളത്. അതൊക്കെ റെഡി ആയിക്കോളും പപ്പ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ലൊരു 350 സ്റ്റാൻഡേർഡാണ് കേട്ടോ പപ്പക്ക്. പക്ഷേ 65 വയസ്സ് എടുക്കേണ്ടി വന്നു പപ്പക്ക് പപ്പയുടെ ആഗ്രഹം സാധിക്കുക. കാര്യം ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഞങ്ങളുടെ അപ്പ. അപ്പൊ ഞങ്ങൾ അതിന് കുറേ മുൻകൈ എടുത്ത് സപ്പോർട്ട് ചെയ്ത് എന്തായാലും പപ്പയുടെ ആഗ്രഹം അങ്ങോട്ട് സാധിക്കട്ടെ എന്നും പറഞ്ഞ അങ്ങനെ എടുത്ത വണ്ടിയാണ് കേട്ടോ. നമുക്ക് അകത്ത് പോയിട്ട് അമ്മച്ചിയോട് ഇനി ബാക്കി ചോദിക്കാം. അതേ അമ്മച്ചി ഇവിടെ ഇപ്പണ്ടിട്ട് വന്നിട്ട് സാരിയൊന്നും മാറിയിട്ടില്ല. ഇനി ഞങ്ങൾക്ക് ചായക്ക് കടിയൊക്കെ മേടിക്കണം. അമ്മച്ചി എന്താണ് അമ്മച്ചിക്ക് പറയാനുള്ളത്? പറ. സന്തോഷമുണ്ട്. ഞാനിപ്പോ പറഞ്ഞേ ഉള്ളൂ. എന്താണ് പറയാനുള്ള വാക്കുകളില്ല. നല്ല പ്രായത്തിൽ ഒന്നും അനുഭവിക്കാൻ യോഗം ഉണ്ടായില്ല. അതിപ്പോ പറഞ്ഞോളൂ. വയസ്സാം കാലത്ത് അങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായി. അതിന് ദൈവത്തിന് 100 നന്ദി പറയുന്നതാണ്. അമ്മച്ചി കയറിയിട്ടില്ല വണ്ടിയില്ല. അമ്മച്ചി ഞായറാഴ്ച പള്ളി പോകാണോ അറിയാം. ഞായറാഴ്ച വെള്ളിയാഴ്ച പോണ്ടേ? മക്കൾക്ക് ഒരാഗ്രഹങ്ങളും ചെറുപ്പത്തിൽ സാധിക്കാൻ പറ്റിയിട്ടില്ല. വീടാണ്, മക്കളെ വയറ് വിശപ്പിക്കരുതെന്നുള്ള ഇതായിരുന്നു. അങ്ങനെയൊക്കെ അങ്ങനെ ഓടി നടന്നു. 65 വയസ്സ് എടുത്തോണ്ട് വന്ന് ഒരു ആഗ്രഹം സാധിക്കാൻ. 67 വയസ്സായി. 67 66 കഴിഞ്ഞ് 67 പോകുന്നുണ്ട്. ഇപ്പോഴാണ് ദൈവം അതിന് ഭാഗ്യം തന്നത്. ഞാനും എനിക്ക് പപ്പയും മാത്രമേ ഉള്ളൂ. പിന്നെ ഈ 2 എണ്ണം ദൂരെ കിടക്കണേന്ന്. ഓടി എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ ഓടി വരും. അതുങ്ങൾക്ക് എപ്പോഴും വരാൻ പറ്റില്ല. പപ്പ എങ്ങനെയുണ്ട് ഓടിച്ചിട്ട്? പപ്പ പറഞ്ഞില്ലല്ലോ. വണ്ടി ഓടിച്ചിട്ട് അടിപൊളിയാന്ന്. പപ്പ ഇപ്പൊ ചായക്ക് കടി മേടിക്കാൻ വേണ്ടി പോണേണ്ട.